ഇന്ത്യയിൽ റിട്ടയർ ആകുന്ന ഭൂരിഭാഗം ആളുകൾക്കും സേവിങ്സ് 10 ലക്ഷത്തിൽ താഴെയാണ്. പല ആളുകൾക്കും നല്ല സാലറി ഉണ്ടായിരുന്നു, നല്ല ജോബ് ഉണ്ടായിരുന്നു. എത്ര നല്ല ജോലി ഉണ്ടെങ്കിലും ഈ അവസ്ഥയിൽ നാളെ നമ്മൾ എത്തിയേക്കാം. ഇവിടെ സംഭവിച്ചത് തെറ്റായ ഒരു കാര്യമാണ്, ഒരൊറ്റ തെറ്റായ ബിലീഫ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഡെയിലി 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ 100 രൂപ കൊണ്ട് എന്താകും എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നും അല്ലേ? ഇതൊരു വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. 100 രൂപ മേ ബി ഒരു ഓട്ടോയ്ക്ക് കയറുമ്പോൾ കൊടുക്കുന്ന പൈസ, അതല്ലെങ്കിൽ ഒരു ചായ സ്നാക്സ് കഴിക്കുമ്പോൾ കൊടുക്കുന്ന പൈസ, അത് ഒട്ടും വലുതല്ല. പക്ഷേ ഈ ഡൗട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള അസംഷൻ ഉണ്ട്. സീരിയസ് ആയിട്ടുള്ള എമൗണ്ട് എൻ്റെ കയ്യിൽ വരട്ടെ എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു അസംഷൻ, അത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. ഈ 100 രൂപ നമ്മുടെ സൈക്കോളജിയെയും ഫിനാൻസിനെയും ഫ്യൂച്ചറിനെയും ഒക്കെ മാറ്റിമറിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാനിന്ന് കാണിക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു കഥ പറയാം. ആ കഥ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ തന്നെ ഈ വീഡിയോയുടെ ഹോൾ ക്രക്സ് നിങ്ങൾക്ക് ഡെപ്തിൽ മനസ്സിലായിട്ടുണ്ടാവും. ഒരു 22 വയസ്സുള്ള പയ്യൻ ആദ്യ സാലറി കിട്ടിയ സമയം തന്നെ ആ പയ്യൻ ഒരു ഡിസിഷൻ എടുത്തു. ദിവസം 100 രൂപ, അതായത് മാസം 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന്. ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ SIP ആയിട്ട് ചെയ്യും. വലിയ ഫാൻസി ഒന്നുമല്ല, സിമ്പിൾ. അപ്പോൾ 3000 രൂപ ഇതൊരു സീരിയസ് എമൗണ്ട് ആണോ? ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ ഒരു ഫാമിലി ആയിട്ട് പുറത്തു പോയി ആഹാരം കഴിക്കുന്ന പൈസയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. ഇനി നമുക്ക് ഈ കണക്കിലേക്കൊന്ന് നോക്കാം. ഒരു വർഷം കഴിഞ്ഞു. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 36,000 രൂപയായി. പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഒരു 38,000 രൂപയായി എന്ന് നമുക്ക് കൂട്ടാം. ചെറിയ ഒരു ഗെയിൻ. അപ്പോൾ വളരെ ചെറിയ ഒരു ഗെയിൻ, 2,000 രൂപയുടെ വളരെ ചെറിയൊരു ഗെയിൻ. ഇത് ഒട്ടും ഇംപ്രസീവ് അല്ല. ഒന്നാമത്തെ വർഷം നമ്മുടെ ഇൻവെസ്റ്റിങ്ങിൽ ഇംപ്രസീവ് ആവാനേ പോകുന്നില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം ഒന്നും ഇംപ്രസീവ് ആവാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഇയർ 1 ഉണ്ടാവുന്നത് റിട്ടേൺസ് അല്ല, ശരിക്കും അവിടെ ഉണ്ടാവുന്നത് ഹാബിറ്റാണ്. ആ ഹാബിറ്റാണ് നമ്മുടെ റിയൽ അസറ്റായിട്ട് മാറാൻ പോകുന്നത്. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് എത്ര രൂപയാകും? 1.8 ലാക്സ്. ഒരു ഹിസ്റ്റോറിക് റിട്ടേൺസ് ഒക്കെ വെച്ച് നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ആ സമയത്ത് ഏകദേശം 2.3 ലാക്സിലേക്ക് ഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് 1.8 ലാക്സ്. അപ്പോൾ എക്സ്ട്രാ ഒരു 50,000 രൂപ. അതും അത്ര ഫാൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി 10 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 3.6 ലാക്സ് ആയിരിക്കും. പോർട്ട്ഫോളിയോ ഏകദേശം എത്രയാവും? 6.5 ലാക്സ്. അതായത് 3 ലക്ഷം രൂപ എക്സ്ട്രാ ഉണ്ടാക്കി എന്നർത്ഥം. ആ ഡെയിലി 100 രൂപയിൽ 1 രൂപ പോലും കൂട്ടാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന് ഈ ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റാണ് അത്രത്തോളം പൈസ നമുക്ക് ഉണ്ടാക്കി തന്നത്. നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇയർ 1 അതായത് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് റിട്ടേൺസ് കിട്ടിയത് വെറും 2,000 രൂപ മാത്രമാണ്. 10ാമത്തെ വർഷം വന്നപ്പോഴത്തേക്ക് ആ എമൗണ്ട് ലക്ഷങ്ങളിലേക്ക് കയറി. സെയിം ഹാബിറ്റ്, സെയിം 3000 രൂപ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിട്ടേൺസ് ആണ് അവിടെ ആക്സലറേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇയറും ഫാസ്റ്റർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സ്കൂളിൽ ഈ വാക്ക് കേട്ടിട്ടുണ്ട്, ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന വാക്ക്. അത് പണവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കില്ല നമ്മൾ കേട്ടത് എന്ന് മാത്രം. പക്ഷെ ഒരിക്കലും അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭാവം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്നോ ബോൾ പോലെയാണ്. ഒരു വലിയ മഞ്ഞുമലയുടെ മുകളിലേക്ക് നമ്മൾ പോകുന്നു. എന്നിട്ട് സ്നോ കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു പന്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉരുട്ടി താഴേക്ക് വിടുന്നു. തുടക്കം അത് ഉരുളുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും, വളരെ ബോറിംഗ് ആയിട്ടായിരിക്കും. പക്ഷെ അതിൻ്റെ വലിപ്പം അത്രയൊന്നും കൂടാൻ പോകുന്നില്ല. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ അത് തള്ളിയാലേ അത് മുന്നോട്ട് നീങ്ങും. പക്ഷെ അത് മുന്നോട്ട് ഉരുണ്ടു പോകും തോറും അത് കൂടുതൽ സ്നോയെ കളക്ട് ചെയ്യും. അതിൻ്റെ വെയിറ്റ് കൂടും, അതിൻ്റെ സ്പീഡ് കൂടും. ഒരു പോയിന്റിൽ ആ ബോൾ പുഷ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള വെയിറ്റിൽ തന്നെ കൂടുതൽ സ്നോ കളക്ട് ചെയ്ത് അത് ഉരുണ്ട് താഴേക്ക് പോകും. എക്സാക്ട്ലി ഇങ്ങനെ തന്നെയാണ് കോമ്പൗണ്ടിങ് സംഭവിക്കുന്നത്. ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും അത്ര ഫാൻസി ഒന്നും ആയിരിക്കില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസിലും കാണാൻ പോകുന്നില്ല. പക്ഷേ പിന്നീട് കുറേ ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്നത് ആ പണവും ആ പണം ഗ്രോ ചെയ്ത പണവും ആയിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കണക്കിലേക്ക് തിരിച്ചു വരാം. അതേ സെയിം 100 രൂപ ഡെയിലി 20 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് 7.2 ലക്ഷം രൂപ. പക്ഷെ നമ്മുടെ പോർട്ട്ഫോളിയോ എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും? 27-28 ലക്ഷം രൂപയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. 20 ലക്ഷം രൂപ ഈ മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കി തന്നു. ഇനി 30 വർഷം ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്താലോ? ആ 22 വയസ്സുള്ള പയ്യൻ 52 വയസ്സാകും. 30 വർഷം ആവുന്ന സമയത്ത് ഡെയിലി 100 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10.8 ലക്ഷം രൂപയായിരിക്കും. പക്ഷെ പോർട്ട്ഫോളിയോ എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും? 75-80 ലക്ഷം രൂപയുടെ ഇടയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്തത് വെറും 10.8 ലക്ഷം രൂപ മാത്രം. ഒരു 60-70 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു എക്സ്ട്രാ ജോബ് ചെയ്യാതെ, ലോട്ടറി ഒന്നും അടിക്കാതെ, ആരും വെറുതെ പൈസ തരാതെ, ഈ സമയം ആ
22 വയസ്സുകാരന് 52 വയസ്സാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇനി നമുക്ക് കണക്ക് അവിടെ നിർത്തണ്ട, നമുക്ക് 40 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ആ ആളിന് എത്ര വയസ്സാവും? 62 വയസ്സ്. ഇൻവെസ്റ്റ് ചെയ്തത് 14.4 ലക്ഷം രൂപ. പോർട്ട്ഫോളിയോ എവിടെ എത്തും? 2 കോടിയിൽ മുകളിൽ എത്തും. യെസ്, 2 കോടിയുടെ മുകളിൽ എത്തും. വെറും 100 രൂപ എല്ലാ ദിവസവും 40 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി രൂപയിലെത്തും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് കേൾക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയ നമ്പർ പറയാം, അതൊന്ന് കേൾക്കുക. അപ്പോൾ ഈ നമ്പേഴ്സ് ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. 22 വയസ്സിൽ തുടങ്ങിയ ഒരാൾ 40 വർഷം കൊണ്ടാണ് 2 കോടി രൂപ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. 32 വയസ്സിലാണ് തുടങ്ങുന്നത് എങ്കിൽ അദ്ദേഹത്തിന് 40 വർഷം തന്നെ എടുക്കും. അപ്പോൾ ഈ 32 വയസ്സുള്ള ആൾക്കും 22 വയസ്സുള്ള ആൾക്കും ഒരു 62 വയസ്സാകുമ്പോഴത്തേക്ക് 2 കോടി രൂപ വേണം എന്നുണ്ടെങ്കിൽ ഈ 22 വയസ്സുള്ള ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. പക്ഷേ 32 വയസ്സുള്ള ആൾ ചിലപ്പോൾ 200 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം പെർ ഡേ. അത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കേണ്ട ഏറ്റവും വലിയ കീ ടേക്ക് അവേ എന്ന് പറയുന്നത്, നമ്മൾ റാൻഡമായിട്ട് ഡെയിലി ഓവർ സ്പെൻഡ് ചെയ്ത് കളയുന്ന ഒരു 100 രൂപ മതി നമുക്ക് ഒരു 40 വർഷം കൊണ്ട് ഒരു 2 കോടിയിലേക്ക് എത്താനായിട്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ വരുന്ന ഒരു ചോദ്യമുണ്ട്, 2 കോടി കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ 40 വർഷം കഴിഞ്ഞ് 2 കോടി കിട്ടിയിട്ട് എന്താ കാര്യം? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യം. ഇന്ത്യയിലെ ആവറേജ് ഇൻഫ്ലേഷൻ നമുക്ക് ഒരു 6% ആയിട്ട് എടുക്കാം. 40 വർഷം കൊണ്ട് നമ്മൾ 2 കോടി ഉണ്ടാക്കിയാൽ അതിൻ്റെ റിയൽ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഇന്നത്തെ ഏകദേശം 20 ലക്ഷം രൂപ ഉണ്ടാവും. എല്ലാം പോയില്ലേ, കഷ്ടപ്പെട്ട് 2 കോടി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇൻഫ്ലേഷൻ നമ്മൾ ഒരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സാലറിയുടെ ഡയറക്ഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ കണക്ക് കൂട്ടിയ കാൽക്കുലേഷൻ എല്ലാം 40 വർഷം ഫിക്സ്ഡ് ആയിട്ട് 3000 രൂപ മാത്രം ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ്. റിയൽ ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരാളുടെ സാലറി എല്ലാ കാലവും അല്ലെങ്കിൽ 40 കൊല്ലം സെയിം ആയിട്ടിരിക്കാൻ പോകുന്നില്ല. 5 വർഷത്തിൽ ഒരിക്കൽ SIP 500 രൂപ കൂടി റേസ് ചെയ്താൽ ആ കോർപ്പസ് 2 കോടിയിൽ നിന്ന് 4-5 കോടി റേഞ്ചിലേക്ക് മാറും. കേരളത്തിലെ ഇന്ന് ഒരു ഡീസെന്റ് റിട്ടയർമെന്റിന് 50,000 രൂപ തൊട്ട് 60,000 രൂപ പെർ മന്ത് മതി എങ്കിൽ 40 വർഷം കഴിയുമ്പോൾ അതൊരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 തൊട്ട് 6 ലക്ഷം രൂപ പെർ മന്ത് വേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഹോൾ കോർപ്പസിൽ നിന്നും 4% മാത്രം നമ്മൾ വിഡ്രോ ചെയ്യുകയാണ് എങ്കിൽ ഒരു 15-18 കോടി രൂപയോളം കോർപ്പസ് ഉണ്ടായാലേ ഈ പറഞ്ഞ 5-6 ലക്ഷം രൂപ മാസം വിഡ്രോ ചെയ്യാൻ പറ്റും. അത്രയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഉണ്ടാക്കാൻ സാധിക്കും. ഡെയിലി 100 രൂപയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് സാധിക്കുന്ന സമയത്തൊക്കെ ഈ 100-ൽ നിന്നും ചെറിയ പോർഷനായിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പോസിബിൾ ആണ്, ഗ്യാരൻറ്റീഡ് അല്ല. മാർക്കറ്റ് റിസ്കുകൾ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇത് ഡെഫിനറ്റ്ലി ഇമ്പോസിബിൾ ആണ്. അൺലെസ് നിങ്ങൾ ഹൈലി സ്കിൽഡ് ആണ്, നിങ്ങൾക്ക് അത്രത്തോളം പേ തരുന്ന ഒരു ജോബ് ഉണ്ട്, നിങ്ങളുടെ ഇൻകം സ്കെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷനൊന്നും അടുത്തുപോലും വരാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻകം സ്കെയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെയൊക്കെ സെനാരിയോസിലാണ് എങ്കിൽ മേ ബി നിങ്ങൾ ഓക്കെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ ഇടയിലുള്ള 90% ആളുകളും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളല്ല. ബട്ട് എനിവേ, ഈ വീഡിയോയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഞാൻ ഒരുപാട് എംഫസിസ് ചെയ്ത് പറയണമെന്ന് കരുതിയ ഒരേ ഒരു പോയിന്റ് ഇതാണ്. നമ്മളൊക്കെ സ്കൂളിലായിരുന്നപ്പോൾ ഈ 100 രൂപ എന്ന് പറയുന്നത് നമുക്കൊരു വലിയ എമൗണ്ട് ആയിരുന്നു. ആ 100 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പുറത്തുപോയി ആഹാരം കഴിക്കാനോ പപ്സ് മേടിച്ച് കഴിക്കാനോ ഒക്കെ തികയുന്നൊരു പൈസയായിരുന്നു അത്. അതൊരു സീരിയസ് എമൗണ്ട് ആയിരുന്നു. നമ്മുടെ ആ സമയത്തെ ആവശ്യങ്ങളൊക്കെ നടത്താൻ ശക്തിയുള്ള എമൗണ്ട് ആയിരുന്നു ഈ 100 എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആദ്യത്തെ ജോലിയിൽ കയറിയ സമയത്ത് തന്നെ ഈ 100 രൂപ എന്ന് പറയുന്നത് ചെറുതായിട്ട് മാറി. പെർ ഡേ ഒരു 1000 എന്നൊക്കെ പറയുന്നതാണ് ഒരു സീരിയസ് എമൗണ്ട് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു തോട്ട് മാറി വന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പെർ ഡേ ഒരു 1000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. നമ്മൾ മുന്നോട്ട് ഇനിയും ജീവിക്കുന്ന സമയത്ത്, ശമ്പളം കൂടുന്ന സമയത്ത് ഈ സീരിയസ് എമൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നമ്മുടെ അടുത്ത് നിന്നും ദൂരേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ സീരിയസ് എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് കരുതിയിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഒരാളാണ് എങ്കിൽ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വേറെ ഒരാളുണ്ടായിരിക്കും, എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. കാരണം എന്താണ്, ഈ സീരിയസ് എമൗണ്ട് ആകട്ടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു ലോജിക്കിന് ഒരു ഹിഡൻ പ്രോബ്ലം ഉണ്ട്. നമ്മുടെ വരുമാനം അതല്ലെങ്കിൽ എമൗണ്ട് കൂടുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് ഡെഫിനറ്റ്ലി കൂടും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ അപ്ഗ്രേഡ് ആക്കും. ചിലപ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള EMI ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ വലിച്ചു കയറ്റിയിട്ടുണ്ടായിരിക്കും. ആ സീരിയസ് എമൗണ്ട് ഒരിക്കലും എത്താൻ പോകുന്നില്ല. സോ സ്മോൾ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ അവർ സൈക്കോളജിക്കലായിട്ട് തന്നെ ഒരു മസിൽ ബിൽഡ് ചെയ്ത് വരികയാണ്. ആ 100 എങ്കിൽ 100 അത് എൻ്റേതല്ല,
അത് മാർക്കറ്റിൻ്റെതാണ്, അതെനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഈ മൈൻഡ് സെറ്റാണ് ഏറ്റവും വലിയ അസറ്റ്. ആ മസിൽ അതല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റ് ഉള്ള ആളിന് സാലറി കൂടുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് SIP ഒരു ദിവസം 100 എന്നുള്ളത് 110 ആക്കും, 120 ആക്കും. അപ്പോൾ അവരൊരിക്കലും അമൗണ്ട് കുറച്ചുകൂടെ കൂടട്ടെ, അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എന്നും കരുതി ബാക്കി കയ്യിലിരിക്കുന്ന പൈസ എല്ലാം സ്പെൻഡ് ചെയ്ത് തീർക്കില്ല. ഞാനിത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചുറ്റുമുള്ള പല ആളുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, നിങ്ങളുടെ സാലറി ഇരട്ടിയാവുന്ന സമയത്ത് നിങ്ങളുടെ സേവിങ്സ് ഇരട്ടിയാവുന്നുണ്ടോ? ഇല്ല. ലൈഫ് സ്റ്റൈൽ ഇരട്ടിയാവും, EMIകൾ ഇരട്ടിയാവും, നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇരട്ടിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ 100 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ല എന്ന് എനിക്കറിയാം. ഏറ്റവും കഷ്ടപ്പാടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്പേഴ്സിൽ നമ്മൾ കണ്ടു ഈ 100 രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത് എന്ന് പെട്ടെന്ന് നമുക്ക് പ്രാക്ടിക്കൽ സ്റ്റെപ്സിൽ കൂടെ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട ഈ കാര്യങ്ങളാണ്. ഒന്നാമത്, ഇന്ന് തന്നെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുക. അത് ഗ്രോ, സെറോദ, കോയിൻ, കുവേര, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ചേരുക. പെർ മന്ത് നിങ്ങൾക്ക് എത്രയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ 500 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ 3000 ആണെങ്കിൽ അത് ചെയ്യുക. ഇനി അതല്ല 500 സ്റ്റാർട്ട് ചെയ്ത് പതിയെ 3000 എത്താനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം. പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 500 എങ്കിൽ 500 എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. 2, ഓട്ടോ ഡെബിറ്റ് സെറ്റപ്പ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് സാലറി വരുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നും നിങ്ങളുടെ SIP ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന പോലെ ചെയ്യുക. മാനുവലി സെറ്റപ്പ് ചെയ്യരുത്, അത് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ഇത് ഓട്ടോമേഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. എല്ലാ മാസവും ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലേക്കൊന്നും നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തള്ളിവിടുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോകുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാൻ നമുക്ക് പല കാരണങ്ങളുണ്ടായിരിക്കും. നമ്മൾ വാർത്തകളിൽ കേൾക്കും സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയി മുകളിലോട്ട് പോയി, അപ്പോൾ നമുക്ക് ഒരുപാട് പാനിക്കായിട്ട് ഈ മാസത്തെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാന്ന് നമ്മൾ വെച്ചേക്കാം. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ SIP കണ്ടിന്യൂ ആണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ആണ് ആ മാസം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സിമ്പിളായിട്ട് ഏതെങ്കിലും ഇൻഡെക്സ് ഫണ്ട് ഓട്ടോ ഡെബിറ്റ് വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിപ്പോൾ 22 വയസ്സോ 23 വയസ്സോ ഒക്കെ ആയുള്ളൂ എങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ 100 രൂപ നിങ്ങൾ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്താൽ ആ 2 കോടിയിലേക്കുള്ള അതല്ലെങ്കിൽ ആ 5 കോടിയിലേക്കുള്ള ജേർണി നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പ്രായം 30, 40, 50 എന്തും ആവട്ടെ, ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് അടുത്ത 10 വർഷം കളഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 10 വർഷമാണ് നിങ്ങൾ ഓൾറെഡി വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. സോ കൂടുതൽ വെയിറ്റ് ചെയ്ത് കൂടുതൽ ലേറ്റ് ആക്കാതെ നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഡെയിലി 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോ ഫാമിലിക്കോ ഉറപ്പായിട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് ഇത് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ ബിഗിനേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെയാണ് ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സമയം പോലെ ആ വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.